ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായത്രിയും സേതുവും മായയും കൂടി ഭരത്തിൻ്റെ കാര്യം സംസാരിക്കുകയാണ്. അപ്പോൾ സേതു പറയുന്നുണ്ട്, ഇപ്പോൾ ഭരത്ത് കള്ള് കുടിച്ചിട്ട് ഇന്നലെ വഴിയിൽ വെച്ചിട്ടാണ് വല്യച്ഛന് അവനെ റോട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അവനിപ്പോൾ വല്യച്ഛൻ്റെ അടുത്താണ് ഉള്ളത് എന്ന് സേതു പറയുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അവൻ അപ്പോൾ നശിക്കാൻ തന്നെ തീരുമാനിച്ചോ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് പറയാം കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ മായ പറയണേ, എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി വല്യച്ഛൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചോദിക്കുമ്പോൾ സേതു പറയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മയെ കാണാൻ തോന്നുമ്പോൾ അവൻ ഇവിടേക്ക് വന്നോളും, അല്ലാതെ അവന്റെ കാല് പിടിക്കാനൊന്നും പോവണ്ട എന്ന് സേതു പറയാണ്. അങ്ങനെ മായ പറയാണ്, ഞാൻ എന്നാ അരുന്ധതിക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ, അവൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാലോ എന്നും പറഞ്ഞിട്ട് മായ അരുന്ധതിക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. അങ്ങനെ അരുന്ധതി ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് മായേച്ചി എന്ന് വിളിക്കുകയാണ് കേട്ടോ. എന്താ മോളെ, എന്താണ് അവിടെ ഉണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ ഭരത്തേട്ടൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് മായേച്ചി എന്ന് പറയുമ്പോൾ, അങ്ങനെയായിരുന്നല്ലോ നിന്നെ എന്ന് വെച്ചാൽ അവന് ജീവനായിരുന്നല്ലോ, നിനക്ക് വേണ്ടിയിട്ടാണ് അന്ന് അവൻ എന്നോട് പോലും മോശമായി സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുകയാണ്, അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ ഭരത്തേട്ടൻ, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഭരത്തേട്ടൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഇവിടെ എന്താണ് അപ്പോൾ പ്രശ്നമുണ്ടായത് എന്ന് മായ വീണ്ടും ചോദിക്കാനുണ്ട്. അപ്പോൾ അരുന്ധതി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് മായച്ചി തന്നെ ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത് എന്ന് മായച്ചി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ മായ അരുന്ധതിയെ സമാധാനപ്പെടുത്താണ്, മോളിങ്ങനെ വിഷമിക്കല്ലേ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തുമ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് അംബാലികയും ഭാമയും കൂടി അവിടെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അംബാലിക ഭാമയോട് പറയാണ്, അരുന്ധതി ഇങ്ങനെ കരഞ്ഞ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ വഴി മാറിപ്പോ, മായ അവളുടെ മനസ്സ് മാറ്റിയെടുക്കും, ഭരത്തിനോട് ഇപ്പോൾ ചെറുതായിട്ടാണെങ്കിലും അരുന്ധതിക്ക് ഒരു ദേഷ്യമുണ്ട്, അതുകൂടി മായ ഇല്ലാതാക്കി കളയും, അതുകൊണ്ട് നീ തന്നെ പോയി ഫോൺ വാങ്ങിക്ക് ഭാമയെ എന്നും പറഞ്ഞിട്ട് ഭാമയെ പറഞ്ഞയക്കുക കേട്ടോ. അങ്ങനെ ഭാമ ചോദിക്കുകയാണ് അരുന്ധതിയോട്, എന്താ മോളെ നീ ആരോടെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മായേച്ചിയോടാണ് എന്ന് പറയും, എങ്കിൽ ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞ് അരുന്ധതിയുടെ കയ്യിൽ നിന്നും ഭാമ ഫോൺ വാങ്ങുകയാണ്. എന്നിട്ട് എന്താ മായേച്ചി എന്ന് ചോദിക്കാണ്ടോ, എന്താ ഭാമ അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട മായേച്ചി, അവൻ്റെ സ്വഭാവം അത്രയ്ക്ക് മോശമായിട്ടുണ്ട് ഭരത്തിന് ഇപ്പോൾ അരുന്ധതിയെ അടക്കി ഭരിക്കണം, അതാണ് അവൻ്റെ ഉദ്ദേശം എന്ന് ഭാമ പറയേണ്ട. അപ്പം മായേച്ചി പറയുന്നുണ്ട്, എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, നീ എന്താ എല്ലാ കാര്യങ്ങളും മറന്ന പോലെയാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭാമ പെട്ടെന്ന് അങ്ങ് പതറി പറയുകയാണ് കേട്ടോ. അത് പിന്നെ മായേച്ചി, ഭരത് കാണിച്ചു കൂട്ടുന്നത് അങ്ങനെയൊക്കെയല്ലേ ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഭരത് ഇങ്ങനെയൊക്കെ പെരുമാറേണ്ട വല്ല ആവശ്യവുമുണ്ടോ, അവനിപ്പോൾ ഇവിടെ മയക്കുമരുന്ന് ബിസിനസ് നടത്തണം, ഈ വീട്ടിൽ അതിനൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയട്ടെ. അങ്ങനെ മായക്ക് കാര്യം മനസ്സിലാവുകയാണ്, ഭാമയുടെ സ്വഭാവത്തിൽ നല്ല വ്യത്യാസമുണ്ട്, ഭാമ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന ചിന്ത വരിക കേട്ടോ. എന്നിട്ട് ഭാമയോട് ചോദിക്കുകയാണ് മായ, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്കറിയാവുന്ന ഭാമ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, നീ ഇപ്പം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആളാകെ മാറിയിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്, മായേച്ചിയും ഒരു കുഞ്ഞിൻ്റെ അമ്മ തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എനിക്ക് നിന്നോടിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല, നീ അരുന്ധതിയുടെ കയ്യിൽ ഫോൺ കൊടുത്തേ എന്ന് പറയുമ്പോൾ അരുന്ധതിക്ക് ഇനി മായേച്ചി വിളിക്കരുത്, മായേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയട്ടെ, നീ എന്താടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, മായേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, അരുന്ധതിയെയും ഭരത്തിനെയും ഇനി ഞങ്ങൾ ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, അവരെ തമ്മിൽ പിരിക്കാൻ തന്നെയാണ് ഇനി ഉദ്ദേശം, ഭരത് ഇനി അരുന്ധതിയുടെ ജീവിതത്തിൽ വേണ്ട എന്നൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അരുന്ധതി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ മായയും ഞെട്ടുന്നുണ്ട് കേട്ടോ, എന്താ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ, എന്നാൽ നീ ഫോൺ വെച്ചോ എന്നും പറഞ്ഞിട്ട് മായ ഫോൺ കട്ടാക്കാൻ കേട്ടോ. അങ്ങനെ അരുന്ധതി ചോദിക്കുകയാണ്, എന്താ ഭാമേച്ചി ഇങ്ങനെയൊക്കെ മായേച്ചിയോട് പറഞ്ഞത്, അല്ലാതെ പിന്നെ എന്താണ് പറയാനുള്ളത്, നിനക്ക് കൂടി അറിയാവുന്ന കാര്യമല്ല മോളെ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഭരത് നിന്നോട് പെരുമാറിയത് അത്രയ്ക്ക് മോശമായിട്ട് തന്നെയാണ്, അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ ഇനി ഭരത് വേണ്ട എന്നാണ് ഇവിടെയുള്ളവരൊക്കെ തീരുമാനിച്ചിട്ടുള്ളത് എന്നും പറഞ്ഞു ഭാമ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അങ്ങനെ ആര് വിളിച്ചാലും ഇനി നീ ഫോൺ എടുക്കണ്ട എന്നൊക്കെയാണ് കേട്ടോ ഭാമ അരുന്ധതിയോട് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ അരുന്ധതി ആകെ പിന്നെ വിഷമത്തിലാവുകയാണ്, എന്താ ഭാമേച്ചി ഇങ്ങനെയൊക്കെ സംസാരിച്ചത്, അപ്പോൾ എന്നെയും ഭരത്തേട്ടനെയും ഇനി പൂർണ്ണമായും പിരിക്കാനാണോ ഇവർ ഉദ്ദേശിച്ചത്, അല്ലാതെ ഭരത്തേട്ടൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്താനൊന്നുമല്ലല്ലോ ഇവർ ചിന്തിക്കുന്നത് എന്നൊക്കെയാണ് കേട്ടോ അരുന്ധതി പിന്നീട് ചിന്തിക്കുന്നത്. അങ്ങനെ ഭാമയോട് അംബാലിക പറയാൻ, ഇനി നന്നായിട്ട് തന്നെ സംസാരിച്ചു, ഇങ്ങനെ തന്നെ വേണം മുന്നോട്ട് പോവാൻ, ഇനി അരുന്ധതിയുടെ ജീവിതത്തിൽ ഭരത് എന്ന ആള് വേണ്ട എന്നൊക്കെ അംബാലിക ഭാമയോട് പറയണ്ട. അങ്ങനെ ഭാമയ്ക്ക് നല്ല സന്തോഷമാവാണ് അംബാലികയുടെ ആ സപ്പോർട്ടൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ മായ പിന്നെ നേരെ ചെന്നിട്ട് സേതുവിനോടും ഗായത്രി ഭാനുവിനോടും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അരുന്ധതിയുമായിട്ട്
ഭാമയുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാമയാണ് ഫോൺ എടുത്തത്. ഭാമ വന്ന് ഫോൺ വാങ്ങിച്ചിട്ട് എന്നോട് എന്തൊക്കെയാണ് അവൾ പറഞ്ഞത്. ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കുന്ന പോലെയൊക്കെയാണ് അവളുടെ സംസാരം. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഭാമയ്ക്ക് എന്ന് പറയുമ്പോൾ ഭാനു പറയണ അല്ലെങ്കിലും ഇപ്പോൾ ഭാമേച്ചിക്ക് ഇപ്പോൾ നല്ല അഹങ്കാരം കൂടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മായ പറയണ എങ്കിൽ ഇനി ഭാമ സൂക്ഷിക്കണം. എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ അംബാലിക ആൻറ്റി അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല. പിന്നെ അബി ഒന്നും ഇക്കാര്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അബി അറിഞ്ഞാൽ ഭാമയ്ക്ക് അത് ദോഷം ചെയ്യുകയും ചെയ്യും എന്നൊക്കെ മായ പറയാണ്. സേതു പറയുന്നുണ്ട് ഭാമയ്ക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ള ശിക്ഷ എന്തായാലും അംബാലിക ആൻറ്റി തന്നെ വൈകാതെ തന്നെ കൊടുത്തോളും. അത് അനുഭവിക്കുമ്പോൾ അവൾ ഒരു പാഠം പഠിച്ചോളും എന്ന് സേതു പറയട്ടെ. അപ്പം മായ പറയുന്നുണ്ട് വൈകാതെ തന്നെ അവൾക്ക് നല്ലൊരു തിരിച്ചടി അംബാലിക ആൻറ്റി തന്നെ കൊടുക്കുകയുണ്ടാവും. അതിനാണ് ഇപ്പോൾ അംബാലിക ആൻറ്റി പറയുന്നതൊക്കെ ഭാമ കേൾക്കുന്നത്. ഭാമയുടെ സംസാരത്തിൽ ഭരത്തിനെയും അരുന്ധതിയെയും പിരിക്കണം എന്ന് തന്നെയാണ് അവർ സംസാരിക്കുന്നത് എന്ന് കൂടി ഗായത്രിയോട് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് എങ്ങനെ ഇക്കാര്യമൊക്കെ ഭാവനയെ വിളിച്ചു പറയും, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്കിലും നമ്മൾ നോക്കേണ്ടേ എന്ന് പറയട്ടെ. അപ്പം മായ പറയുന്നുണ്ട് ഭാവനയെ വിളിച്ച് പറയാനൊക്കെ വരട്ടെ അമ്മ, നമുക്ക് നോക്കാം ഇത് എവിടെ വരെ പോകുമെന്ന്. ആദ്യം ഭരത് വല്യച്ഛൻ്റെ വീട്ടിൽ നിന്നും വരട്ടെ എന്ന് പറയണേ. അവൻ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ സൂര്യമോനോടും ഭാവനയോടും മാപ്പ് പറയാതെ ഞാൻ അവൻക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് ഗായത്രിയും അപ്പോൾ പറയുന്നുണ്ട്. പിന്നീട് ജാനകി ഭരത്തിന് കട്ടൻ ചായ കൊണ്ടു കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇത് കള്ളൊന്നുമല്ല, കുടിച്ചേക്ക് ഇത് കട്ടൻ ചായയാണ് എന്ന് പറയട്ടെ. അങ്ങനെ നീ എന്താടാ ഇങ്ങനെയൊക്കെ ആയത്, നിന്നെ എന്തുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഭാവന ഈ നിലയ്ക്ക് എത്തിച്ചത്, നീ നാളെ ഉറപ്പായും ഒരു പോലീസ് ഓഫീസർ ആവേണ്ടതല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ജാനകി ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വിജയപത്മനും അവിടേക്ക് വരികയാണ്. എന്നിട്ട് വിജയപത്മൻ പറയുന്നുണ്ട് നീ എന്തായാലും ആ ചായ നമുക്ക് അംബാലികയുടെ വീട്ടിൽ പോയിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറയുമ്പോൾ അതിന് അവരങ്ങോട്ട് കയറാൻ പോലും സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എന്തായാലും നീ എൻ്റെ കൂടെ വാ, നമുക്ക് രണ്ടു പേർക്കും കൂടി സംസാരിക്കാം, തൽക്കാലം അവരുടെ വീട്ടിലേക്കൊന്നും കയറണ്ട, നീ ഒന്നും സംസാരിക്കുകയും വേണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം നീ സംസാരിച്ചാൽ മതി എന്നൊക്കെ വിജയപത്മൻ പറയുകയാണ്. നിന്നോട് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, സേതു രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് നീ എന്തിനാണ് ആവശ്യമില്ലാതെ സൂര്യയെ പോയി അടിക്കാൻ വേണ്ടി പോയത്, സൂര്യ ആരാണെന്നാ നിന്റെ വിചാരം, സൂര്യയെ നീ ചെറുപ്പം മുതൽ കാണുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ഇപ്പൊ നീ ഒരു കാര്യം ആലോചിക്കണം, ഭാവനയുടെ ഭർത്താവാണ് സൂര്യ, നിന്റെ അളിയനാണ്, അവനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണോ, വേറെ വല്ല ആൺപിള്ളേരുമായി നിന്നോട് ഇങ്ങനെ ആവില്ല പ്രതികരിക്കുക, അതുകൂടി നീ ഓർത്തു വെച്ചോ എന്നൊക്കെ വിജയപത്മൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഭരത് പിന്നീട് പറയുകയാണ് എനിക്ക് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ വളരെ മോശമായിട്ട് തന്നെയാണ് എല്ലാവരോടും പെരുമാറിയത്, പക്ഷെ എനിക്കിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്, ഞാൻ അംബാലിക ആൻറ്റിയുടെ ഓരോ വാക്കുകളിലും ഞാൻ വീണു പോയതാണ് എന്ന് പറയുമ്പോൾ വിജയപത്മൻ പറയുകയാണ് അംബാലിക ഒന്നും കാണാതെ ഒന്നും ചെയ്യില്ല, അംബാലികയ്ക്ക് ഭാവനയോട് അത്രയ്ക്കധികം ദേഷ്യമാണ്, അംബാലികയ്ക്ക് ഭാവനയെ തകർക്കണം, ഭാവനയുടെ കുടുംബം ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയാണ്, അതിനാണ് നിന്നെ ഒരു കരുവാക്കിയത് എന്നൊക്കെ പറയട്ടോ. ഇപ്പോൾ അരുന്ധതിക്കൊന്ന് ഫോൺ വിളിക്കാൻ പോലും അംബാലിക ആൻറ്റി സമ്മതിക്കുന്നില്ല എന്ന് വിജയപത്മനോട് പറയുമ്പോൾ എങ്കിൽ നമുക്ക് അവിടേക്ക് തന്നെ പോവാം, ഫോണിലൂടെ സംസാരിച്ചിട്ടില്ലെങ്കിലും നേരിട്ടെങ്കിലും സംസാരിക്കാമല്ലോ, എന്നിട്ട് അരുന്ധതിയുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് വിജയപത്മൻ ഭരത്തിനെയും കൂട്ടിയിട്ട് അംബാലികയുടെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഭരത് പറയുന്നുണ്ട് അംബാലിക ആൻറ്റിയുടെ വലം കൈയായിട്ടാണ് ഇപ്പോൾ ഭാമേച്ച് നടക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾക്ക് കിട്ടാനുള്ളത് വൈകാതെ തന്നെ കിട്ടിക്കോളും, അപ്പോൾ വീണ്ടും അവൾ പഠിച്ചോളും, അവൾ എല്ലെങ്കിലും മറുകണ്ഠം ചാടുന്ന ഒരു ടൈപ്പ് തന്നെയാണ് എന്ന് ഭാമയെ കുറിച്ച് വിജയപത്മൻ പറയുക. ഞങ്ങളുടെ പഴയ സ്വഭാവമാണെങ്കിൽ നിന്നെ ഇപ്പോൾ ഇന്നലെ വഴിയിൽ നിന്ന് കിട്ടിയ സമയത്ത് ഞാൻ 2 കുപ്പി കള്ളും കൂടി നിനക്ക് വാങ്ങിച്ചു തന്ന് അവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് ഞാൻ ചെയ്യുക, ഭാവനയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭാവന അങ്ങനെയല്ല, ഞങ്ങൾക്കൊരു തളർച്ച വന്നപ്പോൾ, ഞങ്ങൾക്കൊരു ക്ഷീണം പറ്റിയപ്പോൾ ഭാവന ഞങ്ങളെ സ്നേഹം കൊണ്ടാണ് ഞങ്ങളെ മാറ്റിയെടുത്തത്, അത്രയ്ക്ക് നല്ല മനസ്സാണ് ഭാവനയുടേത്, എന്നിട്ടാണോ നീ ഭാവനയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് വിജയപത്മൻ ചോദിക്കുമ്പോൾ ഭരത്തിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുകയാണ്. അങ്ങനെ വിജയപത്മനും ഭരത്തും കൂടിയിട്ട് അംബാലികയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അംബാലിക പുറത്തേക്ക് വരികയാണ് കേട്ടോ. എന്താ വിജയപത്മ എന്നൊരു നവർ മൈൻഡോടെയാണ് ചോദിക്കുന്നത്. ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണെന്നുള്ളത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അംബാലിക എന്ന് പറയുമ്പോൾ അതൊക്കെ മനസ്സിലായി, പക്ഷേ ഇവനെ ഈ വീടിനകത്തേക്ക് കയറ്റുകയുമില്ല, ഇവന് വേണ്ടി വക്കാലത്ത് പറയാനാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് എങ്കിൽ അത് ഇനി സമ്മതിക്കുകയുമില്ല, എൻ്റെ മകൾ അരുന്ധതിയും ഇവനും തമ്മിൽ ഇനി ഒരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അത് നീ പറഞ്ഞാൽ മതിയോ അംബാലികയെ, അരുന്ധതിയല്ലേ അതൊക്കെ തീരുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാനും പ്രതാപേട്ടനും കൂടി തന്നെയാണ് ഇക്കാര്യം തീരുമാനിച്ചത്, ഇനി എൻ്റെ മകളെ ഇവന് തട്ടിക്കളിക്കാൻ കൊടുക്കില്ല, ഇവനെ അടിക്കാനൊന്നും എൻ്റെ മകളെ ഇനി വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോഴത്തേക്കും ഭാമയും പ്രതാപനും കൂടി
കൂടി അവിടേക്ക് വന്നിട്ടുണ്ടാവും. പിന്നീട് അരുന്ധതിയും കൂടി വരികയാണ് കേട്ടോ. അങ്ങനെ പ്രതാപം പറയുകയാണ്, വിജയ് പത്മനോട് എനിക്ക് ബഹുമാനമൊക്കെയുണ്ട്, പക്ഷേ ഇക്കാര്യം ഞാൻ അംബാലികയുടെ ഒപ്പമാണ്. കാരണം ഭരത് എൻ്റെ മോളെ അത്രമാത്രം അധികം ഉപദ്രവിച്ചിട്ടുണ്ട്. ആ സ്റ്റെയർ കേസിൽ നിന്നും വീഴുന്ന സമയത്ത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്താണ് ഉണ്ടാവുക? അതുകൊണ്ട് തന്നെ ഇനി അരുന്ധതിയുടെ ജീവിതത്തിൽ ഭരത് വേണ്ട എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും അരുന്ധതിക്ക് നല്ല വിഷമമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഭാമയും പറയുകയാണ്, വല്യച്ഛൻ ഇവന് വേണ്ടി സംസാരിക്കേണ്ട ആവശ്യമില്ല, വല്യച്ഛൻ ഇവനെയും കൂട്ടി പോവണം എന്ന് പറയും. വിജയപത്മൻ പറയുകയാണ്, നീ അധികം സംസാരിക്കൊന്നും വേണ്ട. നീ സംസാരിക്കുന്ന ഈ വീട്ടിൽ വെച്ച് നിന്നെ ഇല്ലാതാക്കാനും കത്തിക്കാനും കൊന്നു കെട്ടിത്തൂക്കാനും ഒക്കെയല്ലേ നോക്കിയിരുന്നത്? അതൊക്കെ നീ മറന്നിട്ടാണോ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചതോട് കൂടിയിട്ട് ഭാമയ്ക്ക് ഉത്തരം മുട്ടി പോവുകയാണ്. പ്രതാപം വീണ്ടും പറയുകയാണ് വിജയപത്മനോട്, അധികം സംസാരിക്കാനൊന്നും താല്പര്യമില്ല. ഇവനെയും കൂട്ടിയിട്ട് വിജയപത്മൻ ഇപ്പോൾ പോവണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ ഇനി ഇവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ ഒരു വിശ്വാസവുമില്ല. ഞങ്ങൾക്ക് ഇവൻ്റെ സ്വഭാവം ശരിക്കും മനസ്സിലായതാണ് എന്നൊക്കെ പറയാം. ഭരത് പറയുകയാണ്, എനിക്ക് അരുന്ധതിയോടൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ മകളോട് സംസാരിക്കേണ്ട എന്ന് പറയട്ടെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അരുന്ധതി നിൽക്കുന്നുണ്ട്. അങ്ങനെ അരുന്ധതി വിഷമത്തോട് കൂടിയിട്ടാണ് കേട്ടോ കേട്ട് നിൽക്കുന്നത്. ഭരത്തിനെ അരുന്ധതിക്ക് മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം ഭരത്തിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അരുന്ധതിക്ക്. അടുത്ത എപ്പിസോഡിൽ ഭരത്തിന് വേണ്ടിയിട്ട് വിജയപത്മനും ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഭാമയാണ് കേട്ടോ അരുന്ധതിയും ഭരത്തും ഇനി ഒരുമിച്ച് താമസിക്കേണ്ട എന്നൊക്കെ പറയുന്നത്. അവരിനി പിരിയുകയാണ് നല്ലത്, അരുന്ധതിക്ക് ഇനി ഭരത്ത് വേണ്ട എന്നൊക്കെ പറയുന്നത് ഭാമയാണ്. അങ്ങനെ വിജയപത്മൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ സംസാരിക്കുന്നത് ആരാണോ നിനക്ക് മോഹവാഗ്ദാനങ്ങളൊക്കെ തന്നിരിക്കുന്നത് എന്ന് നീ സൂക്ഷിച്ചോ. നിന്നെ ഈ അംബാലിക തന്നെ നിനക്ക് നാളെ പാരയാകുന്നത് നീ ഓർത്തു വെച്ചോ എന്നൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് കേട്ടോ വിജയപത്മൻ. അധികം വൈകാതെ തന്നെ അംബാലിക നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടും, അത് നീ ഓർമ്മയിലിരുന്നോട്ടെ എന്നൊക്കെ വിജയപത്മൻ പറഞ്ഞ ശേഷം ഭരത്തുമായിട്ട് പോവുകയാണ്. അങ്ങനെ ഭരത്ത് റോട്ടിലൂടെ വരുന്ന സമയത്ത് മൈക്കിളിൻ്റെ ഗുണ്ടകളും കൂടി ഭരത്തിനെ കാണാൻ കേട്ടോ. എന്നിട്ട് ഇടിച്ച് ഒരു പരുവമാക്കുകയാണ്. അങ്ങനെ ഭരത്തിനെ ഒരു മരത്തിൻ്റെ അടിയിലിട്ട് ഒരുപാട് അങ്ങ് ഇടിച്ച് ഉപദ്രവിക്കുകയാണ് കേട്ടോ. വടിയൊക്കെ വെച്ച് ഉപദ്രവിക്കുകയാണ്. അങ്ങനെ ഭരത്തിന് ഒരുപാട് പരിക്കൊക്കെ പറ്റുന്നുണ്ട്. ഇത് കണ്ടും കൊണ്ടാണ് സൂര്യ വരുന്നത്. അങ്ങനെ സൂര്യയാണ് കേട്ടോ മൈക്കിളിൻ്റെ കയ്യിൽ നിന്നും ഭരത്തിനെ രക്ഷിക്കുന്നത്. എന്നിട്ട് സൂര്യ നേരെ ഭരത്തുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അങ്ങനെ ഭരത്ത് കുറച്ച് സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയാണ് ഭരത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നീട് ഇക്കാര്യം അരുന്ധതി അറിയുകയും അരുന്ധതി ഭരത്തിനോട് ക്ഷമിക്കുകയും ഭരത്തിൻ്റെ കൂടെ അരുന്ധതി ഗായത്രിയുടെ വീട്ടിലേക്ക് പോവുകയും ഭരത്തിന് പിന്നീട് സബ് ഇൻസ്പെക്ടർ ജോലി കിട്ടുകയും ഭരത് ഭാവനയോടും സൂര്യയോടും മാപ്പ് പറയുകയൊക്കെ ചെയ്യും.